വാർത്ത സി പി എമ്മിന് ഈയിടെയായിട്ട് ജമാഅത്തെ ഇസ്ലാമി സ്നേഹം കുറച്ച് കൂടുന്നുണ്ട് എന്നാണ് കാന്തപുരം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വെറുതെ വഴി കിടക്കുന്ന ജമാഅത്തെ പിടിച്ച് ഫേമസ് ആക്കുകയാണ് സി പി എം എന്നാണ് പറയുന്നത്. അപ്പം ജമാഅത്തെ പറഞ്ഞാൽ തീർത്ത് കളയുമെന്നുള്ളത് നമുക്കറിയാം, കാരണം അവരെ ആരും തൊടാൻ പാടില്ല. പക്ഷെ എന്താണ് സി പി എമ്മിൻ്റെ ഈ പ്രേമത്തെ ഇവരിങ്ങനെ എതിർക്കുന്നത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം, അതായത് എ പി വിഭാഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവരുടെ വിദ്യാർത്ഥി സംഘടനയുള്ള SSFൻ്റെ മുഖപത്രം റിസാല എന്ന് പറയുന്ന മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിലാണ് കൃത്യമായി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടത്തെപ്പറ്റി അവർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സി പി എം എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? സി പി എം അവിടെയും ഇവിടെയും കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, അതായത് മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറത്ത് പോലും സ്ഥാനമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വെറുതെ വിമർശിച്ച് അങ്ങനെയൊരു സംഘടന അവിടെ ഉണ്ട് എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് തിരികെ കയറ്റുന്ന പണിയാണ് സി പി എം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തണം എന്നാണ് SSF പറയുന്നത്. അതുപോലെ തന്നെ സിറാജ് മുഖപത്രവും അടക്കം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൃത്യമായ അഭിപ്രായം തന്നെയാണ് SSFും പറയുന്നത്. അതുപോലെ തന്നെ ഈ കാന്തപുരം വിഭാഗത്തിന് ഇത്തരം തീവ്രവാദ നിലപാടുകളോട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന അപകടത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ ആളുകളാണ് അവർ. എന്താണ് അപകടമെന്ന് പറയുന്നത്? ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നത്. മീഡിയ വണ്ണിൽ ഇരുന്നുകൊണ്ട് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾ എല്ലാ തവണയും പറയുന്നത് ഇസ്ലാമോഫോബിയ. അവർ നായികയ്ക്ക് 40 വട്ടം ഇസ്ലാമോഫോബിക്ക എന്ന് പറയും. ഇസ്ലാമോഫോബിയ ഇല്ലെങ്കിൽ അവർക്ക് ജീവനില്ല, അതാണ് പ്രശ്നം. അതായത് ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാണ് അവർക്കിടയിലുള്ള ആളുകൾക്കിടയിലേക്ക് ഈ വർഗീയ വിഷം ഉള്ളിൽ കയറുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഈ ഇസ്ലാമോഫോബിയ വന്നോട്ടെ, അതായത് ഞങ്ങൾ കുറച്ച് തീവ്രവാദ പ്രവർത്തനമൊക്കെ ഉണ്ട്, അങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, നിങ്ങൾ ആരാണ് പറയാൻ എന്നൊക്കെ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും അടക്കം മറ്റുള്ള വിഭാഗങ്ങൾ, അതായത് ഹിന്ദു മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലേക്ക് ഒരു ഏകീകരണം ഉണ്ടാക്കുമെന്നും മുസ്ലിം വിഭാഗത്തെ ഒന്നടങ്കം ഒരു തീവ്രവാദ നിലയിലേക്ക് കൊണ്ടുപോകുമെന്നും ആര് തിരിച്ചറിയുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം തിരിച്ചറിയുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സി പി എമ്മിനെതിരെ കൃത്യമായ ഒരു വിമർശനം ഇവർ ഉന്നയിക്കുന്നത്. ഇതിൽ കാന്തപുരം മാത്രമല്ല, ഇ കെ വിഭാഗം സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒന്നിച്ചു പോകാൻ പറ്റാത്ത ആളുകളാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമാണ്, നിങ്ങൾക്ക് നമുക്ക് നിങ്ങളെ കണ്ണെടുത്ത കണ്ടുകൂടാ. റിപ്പോർട്ടറോട് നമ്മളത് വാർത്ത നമ്മൾ ചെയ്തു, കൃത്യമായി പറഞ്ഞ ആളുകളാണ് അവർ. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാർക്കും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടതിൻ്റെ അനിവാര്യത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ നിങ്ങൾ ഇസ്ലാമോഫോബിയയുടെ പേരിൽ അങ്ങനെ വിമർശിക്കുകയൊന്നും വേണ്ട, കാരണം അവരുമായിട്ട് ഞങ്ങൾ ആശയവിരുദ്ധതയുണ്ടെങ്കിലും ഞങ്ങൾ ചില സമയത്തൊക്കെ സഹകരിച്ചിട്ടുണ്ട് എന്ന് ലീഗിൻ്റെ ചില മഹോന്നത നേതാക്കന്മാർ വെളിപ്പെടുത്തിപ്പോയി, അറിയാതെ പറഞ്ഞു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വലിയ വിമർശനത്തിന് വിധേയമാവുന്നുണ്ട്. ഇപ്പോൾ CPM പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ഏറ്റവും വലിയ ആപത്താണ്, വലിയ തീവ്രവാദ ആപത്താണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു, വിജയരാഘവൻ പറയുന്നു, കോടിയേരി ഉള്ള സമയത്ത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ തന്നെയാണ് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇവർ കൂട്ടുപിടിച്ചത് എന്നുള്ളതാണ്. പല MLA മാരും കഷ്ടപ്പെട്ട് കരകയറി പോയത് 3000 വോട്ടിനും 2000 വോട്ടിനും ഒക്കെ രക്ഷപ്പെട്ടു പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കാല് പിടിച്ച് ഇവർ ഉറപ്പാക്കിയതിൻ്റെ പുറത്താണ്. പല ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്ത് പല സ്ഥലങ്ങളിലും അവർക്ക് കൃത്യമായി സമൂഹത്തിന് കേട്ടാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തുകൊണ്ട് തന്നെയാണ് CPM മുന്നോട്ട് വന്നിട്ടുള്ളത്. SDP-യുടെ കാലും അവർ പിടിച്ചിട്ടുണ്ട്, എത്രയോ തവണ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാം മാറി ഒരു UDF പക്ഷത്തേക്ക് ഒരു മുസ്ലിം ഏകീകരണം വരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDP-യും ഒക്കെ ഒരു പക്ഷത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അതിന് വേറൊരു കാരണം കൂടെയുണ്ട്. അതായത് വലിയ ജനവിരുദ്ധ വികാരം വരുമ്പോൾ സ്വാഭാവികമായും UDF-ന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരിക. അപ്പോൾ ഇവർക്ക്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് അല്ല ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ പറയുന്ന SDP-യും ഒക്കെ അധികാരം കിട്ടാൻ പോകുന്ന ആളുകളുടെ അടുത്തേക്ക് അവർ പതുക്കെ മാറും. ട്രെൻഡിനനുസരിച്ച് അവരിങ്ങനെ മാറും. കേരളത്തിൽ ഇടത് വന്നാലും വലത് വന്നാലും ട്രെൻഡിനനുസരിച്ച് മാറാനും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ ഇവർ വിദഗ്ധനാണ്. അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമിക പൊളിറ്റിക്സിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൃത്യമായി ഉപയോഗിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും CPM ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഇവരുടെ വിമർശനം വരുന്നത്. പക്ഷേ അതേ CPM തന്നെ ഇവരുടെ കാല് പിടിച്ചും കൈ പിടിച്ചും വേറെ എവിടെയൊക്കെ പിടിച്ചു എന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉള്ള വോട്ടുകളൊക്കെ നേടിക്കൊണ്ട് ഇപ്പോൾ ഇവരെ കുറ്റം പറയാൻ തുടങ്ങുന്നു. പക്ഷേ ഇതിനിടയിലുള്ള ഒരു അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൗനമായി
ഭാഗമായി ഇവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം ഭയാനകമാണ്, അപകടകരമാണ് എന്നുള്ളതാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി നിങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ടതില്ല, ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ അങ്ങനെ വർഗീയപരമായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞത് CMB-യുടെ നേതാവ് CP ജോണാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന CP ജോണിന് ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ കേരളം മാറിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അവർ CPM-നിടയിലേക്ക് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ചിന്തിക്കണം. അതെ 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 ഈ ഇപ്പം പറയുന്ന ഈ CP ജോൺ CMB-യുടെ നേതാവാണ്, അദ്ദേഹം UDF രാഷ്ട്രീയത്തിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പോലും ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. CPM-നുള്ളിലേക്ക് പടർന്ന് പന്തലിച്ച ഇവർ അത് പ്രത്യക്ഷത്തിൽ പറയാൻ ഇവർ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷത്തിലേക്ക് പറയാൻ UDF-ന്റെ നേതാക്കന്മാർ പോലും തയ്യാറാവുന്നു. SDPI-യുടെ ജാഥ പാലക്കാട് നടത്തിയപ്പോൾ അതിനെ തള്ളിപ്പറയാൻ ഒരു നേതാവും തയ്യാറായിരുന്നില്ല. ഇലക്ഷന് മുമ്പ് SDPI-യുടെ വോട്ട് വേണോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുകയല്ലാതെ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ് എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായും. എന്നിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വോട്ട് വാങ്ങിക്കൊണ്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ അവരവിടെ ആഘോഷം നടത്തിയപ്പോൾ ഒരു വാക്ക് മിണ്ടിയിട്ടുമില്ല. ഈ വർഗീയവാദികൾ എന്ന് പറഞ്ഞവർ തന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പൊ ഇവർക്കറിയാം രഹസ്യമായി അവർ തങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. 100%. ഇത് മുസ്ലിം വർഗീയതയുടെ ഒന്നും പ്രശ്നമല്ല ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പൊളിറ്റിക്സിൽ വോട്ട് കിട്ടുകയാണെങ്കിൽ ഏത് വർഗീയവാദികളുടെയും കൂടെ പോകാൻ ഇവർ തയ്യാറാണ്. അതിലൊരു പ്രശ്നവുമില്ല അവർക്ക്. ഇത് വർഗീയവാദം, തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇസ്ലാമിക ന്യൂനപക്ഷം വളരെ വിപുലമായുള്ള, അതായത് എന്താണ് ഒരു ഭൂരിപക്ഷം എന്ന നിലയിലേക്കൊക്കെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പൊളിറ്റിക്സ് ഇവരൊക്കെ എന്താണ് പാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കണ്ണിൽ പൊടിയിടുന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അപകടം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കന്മാരും പരസ്യമായി ഒരു വർഗീയവാദിയാണ് എന്ന് പറയുകയും തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ 7 അയലത്തേക്ക് അടുപ്പിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ് വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ തന്നെ പറയുന്നു അവരോട് കൂട്ടുകൂടിയ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഇവരെയൊക്കെ ഘടകകക്ഷികളാക്കി UDF മാറ്റില്ല അല്ലെങ്കിൽ LDF മാറ്റില്ല എന്ന് ആര് കണ്ടു? ഈ ഘടകകക്ഷികളാക്കും. LDF-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ അവർ വന്നിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന UDF-ന്റെ സംസ്ഥാന സമിതിയിൽ പോയിരിക്കും. മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ കാഠിന്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് INL, ഇന്ത്യൻ നാഷണൽ ലീഗ്. എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് കുറേ മതേതരത്വം കാണിക്കുന്നു, ഈ പറയുന്ന മുസ്ലിമുകളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നില്ല, തീവ്രവാദം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു INL. ആ INL-നെ ആര് സ്വീകരിച്ചു? ഒരുപാട് കാലം മാറ്റി നിർത്തി. അവസാനം LDF സ്വീകരിച്ചില്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ഈ പറയുന്ന CPM-ന്റെ മതേതരത്വ നിലപാടുകാർക്ക്? ഒന്നും പറയാനില്ല. ഇപ്പോഴും അവർ ഒരു ഇസ്ലാമിക വിഷയം കിട്ടുമ്പോൾ കൃത്യമായി അതിൽ കയറി ഇടപെടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമുണ്ടായപ്പം അദ്ദേഹം, അതായത് ദേവർകോവിൽ അഹമ്മദ് ദേവർകോവിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് ഒരു വിഭാഗത്തെ മാത്രം നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ രാഷ്ട്രീയം വരുന്ന സമയത്ത് അവർ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിലൂടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇവർ വളരെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ച് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അവർക്കെതിരായ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്കടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വളർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് അസൂയാണ്, അപ്പോൾ നിങ്ങൾ മുഖേന ഞങ്ങൾക്ക് പ്രൊമോഷനാണ്, കിട്ടിക്കോട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കഴിഞ്ഞ ഒരു കേരളത്തിലെ പ്രമുഖ മാധ്യമത്തിന്, അതിനെ കോഴിക്കോടത്തെ ലേഖകൻ, എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, ഞങ്ങൾ മൗദൂദിസ്റ്റുകളല്ല, ഞങ്ങൾ മൗദൂദിയെ തള്ളിപ്പറയുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. കാരണം ഒരു മതേതരത്വ മുഖം അണിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇടയിലൂടെ പോകാൻ കഴിയുക. എന്നിട്ട് അവരുടെ ആശാനത്തിന്, അതെങ്കിൽ എന്താ പറയുക, അവരുടെ ഹാർഡ് കോർ ആയിട്ടുള്ള അവരുടെ ആശയത്തിൻ്റെ പിതാവിനെ തന്നെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നിട്ടോ തള്ളിപ്പറഞ്ഞിരുന്നു, എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ കൂടി തീവ്രവാദം നടത്തും എന്നുള്ള നിലപാടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനെപ്പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൻ്റെ പിതാവ്, ആശയ വക്താവിനെ തള്ളിപ്പറഞ്ഞ അവരുടെ നിലപാട് ഗതികേടാണ് എന്നാണ് ആര് പറയുന്നത്? കാന്തപുരം വിഭാഗം പറയുന്നത്. അതുകൊണ്ട് ഇത്രയും ഗതികെട്ട ജമാഅത്തെ ഇസ്ലാമിയെ ഇസ്ലാമിൻ്റെ നാലാം അയലത്ത് പോലും അടുപ്പിക്കാൻ കഴിയാത്ത ഈ വിഭാഗത്തെ ദയവായി ഇസ്ലാമിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് അടുപ്പിക്കരുത് എന്ന് തന്നെയാണ് ആര് പറയുന്നത്? AP വിഭാഗവും EK വിഭാഗവും ഒക്കെ പറയുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ ആർക്ക് നല്ലത്? ഇവിടുത്തെ നല്ലവരായ ഇസ്ലാമിക വിശ്വാസികൾക്ക് നല്ലത്.